ഇന്ന് എന്താണെന്നറിയില്ല. അത് രാവിലെ തന്നെ എനിട്ടാ. അപ്പൊ രാവിലെ തന്നെ എനിക്ക് ഇവിടെ നിന്ന് ഒരു കോട്ടുമായിട്ട് നേരെ താഴത്തേക്ക് പോയപ്പോളാ നമ്മുടെ ടീംസ്, അതായത് ഇച്ചാപ്പിയും കുഞ്ഞാറ്റും കുളിച്ച് റെഡി ആയിട്ട് തലേ രണ്ട് പൂവൊക്കെ വെച്ച് എന്താണ് നമുക്ക് ഇടുന്ന് കുത്തി വരക്കണ്ടാ. നോക്കിയപ്പോഴാ അത് സ്ലേറ്റ് ആണെന്ന്. സ്ലേറ്റ് പെൻസിലും ഇത്ര ഹൈറ്റൊക്കെ ആയ കാര്യം നമ്മ പിന്നെയാണ് അറിഞ്ഞത്. അങ്ങനെ ഈ ഐറ്റം മേടിച്ചിട്ട് ഞാനൊരു പടം വരച്ച്. ഇത് കണ്ടില്ലേ എൻ്റെ ഒരു കഴിവേ, എന്തൊരു കഴിവാണല്ലോ എനിക്ക്. ഈ വരച്ച പടം ഇച്ചാപ്പിക്കാണോ കുഞ്ഞാറ്റൊക്കെയാണോ ചേർന്നെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടാ. കുറച്ചു നേരം കഴിഞ്ഞപ്പോ തന്നെ ഇച്ചാപ്പിയുടെ കുഞ്ഞാറ്റയുടെയും സ്കൂൾ ബസ് വരാൻ ടൈമായി. സ്കൂൾ ബസ്സിലാട്ടാ ഓട്ടോറിക്ഷ. പിള്ളേരൊപ്പം ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നപ്പോഴും എനിക്കൊരു പൂതി നിന്നിട്ടാ. എന്തേ കോളേജിൽ പോകാനേ, സോറി സ്കൂളിൽ പോകാനേ. പിന്നെ ഞാൻ മുതുക്കായോണ്ട് എന്നെ കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവന്മാർക്ക് ടാറ്റയും കൊടുത്ത് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടാ. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ മീൻ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് തീറ്റയും കൊടുത്ത് ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കുറച്ച് വർക്കും ചെയ്തെടുത്ത് കുറച്ചേരം കിടന്ന് തുടങ്ങിയേട്ടാ. വൈകിട്ടായപ്പോഴേക്കും എന്റെ ഒരു കൊച്ചാഗ്രഹം തീർക്കാൻ പോവാ. ജീവിതത്തിൽ ഒട്ടുമിക്ക പണി ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഡെലിവറി വർക്കായിട്ട് പണി ചെയ്യാൻ പോണേ, സോറി ജോലി ചെയ്യാൻ പോണേ. അതിന് നമ്മുടെ സാഹചര്യം വിളിച്ചിട്ടാ. ഇതാണ് നമ്മുടെ സാഹചര്യം. അവന്റെ വീടാണെങ്കിൽ കണ്ണൂര്. അവനാണെങ്കിലാ എന്നൊന്ന് പ്രൊഫഷണൽ ആക്കാൻ വേണ്ടി യൂണിഫോം കൊണ്ട് തന്നിട്ടാ. ഇത് ഞാൻ ഇട്ടിട്ട് വൃത്തി ഉണ്ടോ വൃത്തി ഇല്ലേന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കട്ടാ. നമ്മ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് 6 മണിക്കാണ്ടാ. 6 to 10 നമ്മൾ നോക്കണത്. അതായത് 6 to 10 മണി വരെ നമുക്ക് എത്ര എണീസിട്ട് നോക്കാം. അതായത് 4 മണിക്കൂർ. അങ്ങനെ ചായം കുടിച്ചിരുന്നപ്പോ തന്നെ നമുക്ക് ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടാ. അത് കൊടുത്തപ്പോ കിട്ടിയാവട്ടെ 42 രൂപ. സമയമാണെങ്കിൽ 6:28 ആയിട്ടുള്ളൂ. അങ്ങനെ ഓർഡർ ഇട്ടാൻ വേണ്ടി നമ്മ ഒരു സ്ഥലത്ത് പോസ്റ്റ് അടിച്ച് നിൽക്കുമ്പോൾ നമ്മ ഈ കാഴ്ചയാണ് നിറച്ച് സിഗ്ഗിക്കാരി. അവിടെ ഇവിടെയൊക്കെ സിഗ്ഗിക്കാർ തന്നെ. അങ്ങനെ കുറെ നേരത്തെ പോസ്റ്റിനോടിൽ നമുക്ക് അടുത്ത ഓർഡറിനും കിട്ടിയിട്ടാ. അത് കൊടുത്തപ്പോൾ കിട്ടിയതാട്ടെ 87 രൂപ. അങ്ങനെ കുറെ ഓർഡർ വന്നും പോയിക്കൊണ്ടിരിക്കണ്ട. അതിന്റെ ഇടയിൽ നമ്മൾ ആരും പോയി വിളിച്ചേക്കണ് അവനൊന്ന് പിക്ക് ചെയ്യാൻ ചെല്ലുമെന്ന്. നമ്മുടെ ചെക്കനല്ലേ, നമ്മ പിക്ക് ചെയ്യാതിരിക്കും. ഇവനാണെങ്കിലാ ഓടി വന്നിട്ട് ഒരു ആശം കാണിക്കോട്ടാ. എന്താ സ്റ്റൈലി, ഏതാ സ്റ്റൈലി. അങ്ങനെ ചെക്കനെ പിക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടാ. ഇതാണെങ്കിലാ ലാസ്റ്റ് ഓർഡർ ആണ്. ഇത് കൊടുക്കാതിരിക്കാനും പറ്റൂല. അങ്ങനെ ചെക്കനെ റൂമിലാക്കി നമ്മൾ ലാസ്റ്റ് ഓർഡറും കൊടുത്ത് നമ്മുടെ ടാർഗറ്റ് കംപ്ലീറ്റ് ആക്കി. അതായത് നമ്മ 11 ഓർഡറും 4 മണിക്കൂർ 17 മിനിറ്റ് കൊണ്ട് നമുക്ക് 496 രൂപയാണ് കിട്ടിയത്. അങ്ങനെ അവൻ തന്നെ യൂണിഫോം തിരിച്ചു കൊടുത്ത് നമ്മ നേരെ ഫുഡ് അടിക്കാൻ പോയി. ഈ ഓടി കിട്ടുന്ന പൈസക്ക എങ്ങനെ ചെലവായി പോണെന്ന് വെച്ചാൽ ആർക്കൊരു പിടിയില്ലട്ടാ. അങ്ങനെ അവന് ടാറ്റയും പറഞ്ഞ് നമ്മ നേരെ വീട്ടിലേക്കട്ടാ. അപ്പൊ ഇത്ര നേരം വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്താക്കട്ടാ.